Good evening, friends. Welcome to PANSIGHT webinar. Okay, I assume I'm audible. The slide is visible. Today's talk is, why do we feel guilty? ഇതിന്റെ റിലവൻസ് ഇത് ഒരു 3 ദിവസം നടന്ന ഒരു സംഭവമാണ്. തമിഴ്നാട്ടില് ഒരു 19 വയസ്സുകാരൻ നീറ്റ് പരീക്ഷയിൽ 2 തവണ അറ്റംപ്റ്റ് ചെയ്തിട്ട് പാസ്സാകാത്ത കാരണം ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. എന്നിട്ട് ആ മകന്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഹിസ് ഫാദർ ഓൾസോ കമ്മിറ്റഡ് സൂയിസൈഡ്. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് വയ്യട്ടെ ഞാൻ ഈ പറയുന്നത്. then I will explain. ഈ വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ വയ്യട്ടെ. ഇഫ് യു പുട്ട് വൈ then I know എത്ര പേർക്ക് ഇത് അവെയർ ആണെന്നുള്ളത്. അപ്പൊ ആരും അവെയർ അല്ല. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ദിസ് ഹാപ്പൻഡ് ബിക്കോസ് സലീം പി കെ he says why. yes, thank you. ഇത് അവിടെ മാത്രമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് സുരേന്ദ്രൻജിയും പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ എന്താ സംഭവിക്കുന്നത്? മോസ്റ്റ് പ്രോബ്ലി ഇത് അസൂയാനുള്ളത്, ആ അച്ഛന് സിംഗിൾ പാരന്റ് ആണ്, പുള്ളിക്കാരന്റെ അമ്മയില്ല. അപ്പൊ അച്ഛൻ ഒരു പോസിബിലിറ്റിയാണ്, ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും മോനെ ഒന്ന് ഡോക്ടറായി കാണണം എന്നുള്ള അതില് ആ മോനെ മിക്കപ്പോഴും കാണുന്നതാണ് പ്രഷൈസിയ. ഇന്നിപ്പോ ചെറുപ്പക്കാർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് അതുപോലെ ഇട്ട് പ്രഷർ ഇട്ട് കാശും ഒരുപാട് ചെലവായി കാണും. അദ്ദേഹത്തിന് ചെറിയൊരു സ്റ്റുഡിയോ ഉള്ളൂ. ആദ്യം തോറ്റു, അന്ന് തന്നെ പുള്ളിക്കാരി ചില വഴക്കും പറഞ്ഞു കാണും. രണ്ടാമത്തെ തവണ ഇതായി തോറ്റു. സോ അവന് ആ പയ്യന് കുറ്റബോധം ഉണ്ടായി കാണാം സാധ്യതയാണ്. നമ്മൾ അച്ഛൻ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു, ഞാൻ ഐ എം നോട്ട് ഏബിൾ ടു മീറ്റ് ഹിസ് എക്സ്പെക്ടേഷൻസ്. കുറ്റബോധത്തിൽ കമ്മിറ്റ് സൂയിസൈഡ്. നമ്മൾ ടോക്ക് എന്നാണ് വൈ ഡു വി ഫീൽ ഗിൽറ്റി. ശവസംസ്കാരം കഴിയുമ്പോഴാണ് അച്ഛൻ വരുന്നത്. മകനിപ്പം നഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രത്തോളം അവനെ ഇട്ടു നിർബന്ധിച്ച് ഇതാക്കിയത് കാരണം, നമ്മൾ വഴക്ക് പറഞ്ഞ എല്ലാം കാരണം അവൻ അവസാനം ഈ എൻഡഡ് ഹിസ് ലൈഫ്. നൗ ദി ഹൈ പ്രോബബിലിറ്റി അച്ഛന് കുറ്റബോധം. ഹി ഓൾസോ കമ്മിറ്റ് സൂയിസൈഡ്. സോ ദാറ്റ് ഈസ് ദി മെയിൻ റീസൺ. കുറ്റബോധം എന്നുള്ളതുണ്ടല്ലോ, അത് നിസ്സാരമായിട്ട് കാണരുത്. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കുറ്റബോധം വരുമ്പോൾ സൂയിസൈഡ്. അതല്ലാത്തുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ ടോക്കിൽ യു വിൽ ബി ഏബിൾ ടു നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് മോർ. സദ്ഗുരുവിന്റെ വേർഡ്സ് ആണ്, ഗിൽറ്റ് ഈസ് എ സോഷ്യലി കൾട്ടിവേറ്റഡ് എമോഷൻ, എ പോയ്സൺ ഡയറക്റ്റഡ് ടുവേർഡ്സ് യുവർ സെൽഫ്. ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ സോഷ്യലി കൾട്ടിവേറ്റഡ്. നമ്മൾ പാർട്ട് ഓഫ് ആനിമൽ കിങ്ഡം ആണ്. നമ്മളൊരു ആനിമലാണ്. മാൻ ഇസ് ഓൾസോ ആൻ ആനിമൽ. പക്ഷേ ബാക്കി ആനിമൽസ് ഒന്നും തന്നെ ഇങ്ങനെ ഒരു കുറ്റബോധമായിട്ട് നമുക്കുണ്ടാക്കുന്ന പലതരത്തിലുള്ള സ്ട്രെസ് ഡിസീസസ് ഒന്നും മിക്ക ആനിമൽസിനും ഇല്ല. അതിന്റെ ബേസ് ആയിട്ട് ഒരു ബുക്ക് ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ബുക്ക് ഇസ് ടൈറ്റിൽഡ് വൈ സീബ്രാസ് ഡോണ്ട് ഗെറ്റ് അൾസേഴ്സ്. ഒരു ബയോളജിസ്റ്റ് ആണ്, സ്റ്റാൻഫോർഡിലെ റോബർട്ട് സപ്പോൾസ്കി. അതിൽ പറയുന്നതാണ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും മനുഷ്യനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള സഫർ ചെയ്യുന്നത്. ഗിൽറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രെസ്ഫുൾ എമോഷൻ. ആ സ്ട്രെസ് ദിവസവും ഞാൻ when I was practicing medicine ആക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നപ്പോഴും ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു സീ പ്ലന്റി ഓഫ് പേഷ്യൻസ്. അവര് ഡോക്ടറെ അടുത്താകുമ്പോൾ കൺഫസ് ചെയ്യും. ഡോക്ടർ അടുത്ത് പറയും, അവർ പറയും എനിക്ക് ഐ ആം ഫീലിംഗ് ഗിൽറ്റി. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് കുറ്റം, വാട്ട് മേക്സ് യു ഫീൽ ഗിൽറ്റി? അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ടോപ്പിക്ക് ചൂസ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഏത് ടോക്ക് കൊടുക്കുമ്പോഴും ഒരിത് പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞ സോഷ്യൽ ആനിമൽ, അജിത് BM, അതാണ് സോഷ്യൽ ആനിമലിനാണ് കുഴപ്പം വരുന്നത് കൂടുതലും. നമുക്ക് വന്നിട്ട് സോഷ്യൽ മാത്രമല്ല, വേറെ ഏതൊക്കെയാണ് നമുക്കുള്ള റിക്വയർമെന്റ്സ്. വേറെ ഒരു ആനിമലിന് പരീക്ഷ എഴുതണ്ട, ജോലിക്ക് അപ്ലൈ ചെയ്യണ്ട, ആഫീസിൽ പോകണ്ട, ഡെഡ് ലൈൻ ഇല്ല,
മറ്റേ ബാങ്ക് ബാലൻസ് വേണ്ട, പക്ഷെ മനുഷ്യനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വി സഫർ എ ലോട്ട്. കോടതിയില്ല, ഇദ്ദേഹം അജിത്ത് അദ്ദേഹം ലോയറാണ്, അദ്ദേഹം അറിയാം കോടതി എന്ന് പറഞ്ഞാൽ എത്ര സ്ട്രെസ്ഫുൾ ആണ് ഒരു കേസുമായിട്ട് കയറി കഴിഞ്ഞാൽ. സോ അങ്ങനെയുള്ള ഇതാണ് ഈ റിലവൻസ്. ഐ മൈസെൽഫ് ഏതൊരു ടോക്ക് ഞാൻ കൊടുക്കുമ്പോഴും ഞാൻ ആദ്യം പറയാറുണ്ട്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എന്റെ പേഴ്സണൽ സ്റ്റോറീസ് ഞാൻ ഷെയർ ചെയ്യും. അതിൽ ഡിഡ് ഐ ഫീൽ ഗിൽറ്റി? യെസ്. കുറെ കഴിഞ്ഞ് ഞാൻ പറയുന്നുണ്ട് എപ്പോഴാണ് ഞാൻ ഐ ഫെൽറ്റ് ഗിൽറ്റി. ഗിൽറ്റ് ഈസ് വണ്ടർഫുൾ, എ വണ്ടർഫുൾ മോട്ടിവേറ്റർ. എപ്പോഴും നെഗറ്റീവ് അല്ല. അതിന്റെ എക്സാമ്പിൾസ് ആണ് യു ആർ ഗോയിങ് ടു സീ. മോഹൻദാസ് ഗാന്ധി, കരംചന്ദ് ഗാന്ധി, കസ്തൂർബ ഗാന്ധി. ഡു യു നോ വെൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഫെൽറ്റ് ഗിൽറ്റി? അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നോ ഇട്ടേ ഞാൻ പറയാം. ഡു യു നോ വെദർ വെൻ ഡിഡ് യു ഫീൽ ഗിൽറ്റി? അറിഞ്ഞുകൂടെങ്കിൽ ചാറ്റ് ബോക്സിൽ എന്നിട്ടെ പ്ലീസ്. ഫാസ്റ്റ്, നമുക്ക് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയോവ ശേഖർ നോ. സ്പീക്കർക്ക് അറിഞ്ഞൂടാ, പറയാം. ഞാൻ ആധുനിക ഇൻഫർമേഷൻ, ഞാൻ വന്നിട്ട് ചുമ്മാതെ ഫാക്ട് ഇല്ല ഞാൻ ഒന്നും പറയത്തില്ല. മോഹൻദാസ് എന്നെ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട്, മൈ എക്സ്പീരിയൻസ് വിത്ത് ദ ട്രൂത്തും പുള്ളിയെ കുറിച്ച് പല എഴുതിയിട്ടുണ്ട്. അതില് പുള്ളി പറഞ്ഞിട്ടുള്ളതാണ്, വെൻ യു ആർ 16 years old, പുള്ളി 13ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. ആൻഡ് ഹിസ് ഫാദർ വാസ് വളരെ സിക്ക്, ക്രിട്ടിക്കലി ഇല്ലായിട്ട് ആശുപത്രിയിൽ കിടക്കായിരുന്നു. ആശുപത്രിയില്ല, വീട്ടില്. ആൻഡ് ഈ ഗാന്ധിജിയാണ് യു ആർ ഗിവിങ് കെയർ എല്ലാം വിത്ത് വേറെ റിലേറ്റീവ് ആയിട്ട്. അങ്ങനെ കെയർ കൊടുത്തിട്ട് ഇപ്പൊ ഹിസ് ഫാദർ വാസ് വെരി സിക്ക്. അപ്പോഴത്തേക്കും പുള്ളിക്കാരന് ആ ബയോളജിക്കൽ അർജ് വന്നു ടു ഹാവ് സെക്സ്. നേരെ കസ്തൂർബായുടെ അങ്ങോട്ടേക്ക് ബെഡ്റൂമിലോട്ട് അവിടെ പോയി. he had sex and he was away from his father. ആ സമയത്താണ് his father died. And when he came to know subsequently, when he was called, അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ he felt guilty. He felt guilty. Recorded ഇതാണ്. That is what? A guilt feeling. അത് അന്ന് പുള്ളിക്കാരന്റെ ആത്മഹത്യ എഴുതിയില്ല. He wrote this book ഒരു 10-20 വർഷത്തിന് ശേഷമാണ്. അപ്പോഴും ആ ഗിൽറ്റ് അന്നത്തത് നന്നായിട്ട് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അത് എഴുതാൻ പറ്റിയത്. ഈസ് ഇറ്റ് ക്ലിയർ? ഗിൽറ്റ് ഫീലിംഗ്. ഓക്കെ. ആൽഫ്രഡ് നോബലിന്റെ ഗിൽറ്റ് ഫീലിംഗ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഇന്നത്തെ നോബൽ പ്രൈസ് ഏറ്റവും വേൾഡിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഒരിതാണ്, ഒരു അവാർഡായിട്ട് കാണുന്നതാണ്. അതിന്റെ വന്നതിന്റെ പിന്നിലുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. ദെൻ എംപറർ അശോക, അദ്ദേഹത്തിനുണ്ടായ ഗിൽറ്റ് ഫീലിംഗ്. ഇതെല്ലാം മോട്ടിവേറ്റർ ആണ്. ഈ ആൽഫ്രഡ് നോബലിന്റെയും ഈ എംപറർ അശോകയുടെയും ദാറ്റ് ഗിൽറ്റ് ഫീലിംഗ്, അതുകൊണ്ട് അവസാനം ഗുണമാണ് വന്നത്. സോ ദാറ്റ് ഈസ് ദി ടേക്ക് ഹോം മെസ്സേജ്. പറയുകയാണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ഗിൽറ്റ് ഫീലിംഗ് ബാഡ് അല്ല. വാട്ട് ഹാപ്പൻ? It was the feelings of guilt that motivated Alfred Nobel to give away all his wealth for founding Nobel Prize. ആ കഥ അറിയാമോ? അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് നോ ഇട്ടേ, ഞാൻ പറയാം. ദി സ്റ്റോറി അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നോ ഇടും. ഇത് മിക്കവർക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. പക്ഷെ കുറച്ചു പേർക്ക് അറിയാം. നോ അജിത്, നോ. യെസ്, നോ. ഇദ്ദേഹം ഇൻ ദി 19th century നോബൽ വാസ് എ മൾട്ടി മില്യണർ. അന്നത്തെ മൾട്ടി മില്യണർ. പുള്ളിക്കാരന് ഡൈനമൈറ്റ് പുള്ളിയാണ് ഇൻവെന്റ് ചെയ്തത്. പർപ്പസ് ഓഫ് ഇൻവെൻഷൻ വാസ്, അതുകൊണ്ട് ഈ പാറയൊക്കെ പൊട്ടിക്കുക, പലതും ചെയ്യുക, ബ്ലാസ്റ്റ് ചെയ്തിട്ട് മറ്റേ ടണൽ ചെയ്യുക, കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടാണ് പുള്ളി അതിനെ ഇത് ചെയ്തത്. പുള്ളിയുടെ ഇൻവെൻഷന്റെ പർപ്പസ് അതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിനെ പിന്നെ വെപ്പണായിട്ടാണ് യൂസ് ചെയ്തത്, വാർഫെയറിന്. ആൻഡ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ കിൽഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻവെൻഷൻ. പുള്ളി അത് ഉദ്ദേശമല്ല, പുള്ളിയുടെ ഉദ്ദേശം ഒരു ദുരുദ്ദേശം അല്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അങ്ങനെയുള്ളപ്പോൾ ഹിസ് ബ്രദർ ലഡ്വിഗ് നോബൽ പാരീസിൽ ഹി ഡൈഡ്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ അബദ്ധത്തിൽ അത് ആൽഫ്രഡ് നോബലാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരയച്ചു. അതിന്റെ മെസ്സേജിന്റെ ടൈറ്റിൽ, ഹെഡ്ലൈൻ എന്തായിരുന്നു? ദി
മെർച്ചന്റ് ഓഫ് ഡെത്ത് ഇസ് ഡെഡ്. ആൽഫ്രഡ് നോബൽ എന്നെ വായിക്കുകയാണ്, പുള്ളിയുടെ തന്നെ ഓബിച്വറി. എടാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്റെ ലെഗസി. ആൻഡ് നോബൽ വാസ് an unmarried man. അപ്പോൾ ഹി വാണ്ടഡ് ടു ചേഞ്ച് ദി ഹോൾ തിങ്. ആ സ്റ്റോറി മാറ്റണം, പുള്ളിയുടെ ഇമേജും റെപ്യൂട്ടേഷനും. അതുകൊണ്ടാണ് മാറ്റിയെന്നാണ് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നത് അറിയുന്നില്ല. ബിക്കോസ് പുള്ളിയുടെ വെൽത്ത് മുഴുവനും പുള്ളിക്കാരൻ ഈ ഫൗണ്ടേഷൻ നോബൽ പ്രൈസ് 5 ഡിസിപ്ലിനിലോട്ട് കൊടുക്കാൻ തുടങ്ങി. സോ ദാറ്റ് ഈസ് സ്റ്റോറി. അവിടെ ആ ഫീലിംഗ് ഓഫ് ഗിൽറ്റ്, ദാറ്റ് വൺ മോട്ടിവേറ്റഡ് ഹിം ടു ഡു സംതിങ് എ ബിഗ് തിങ്. ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വയ്യട്ടെ ഈ സ്റ്റോറി. ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് കൺവിൻസിങ്? ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, കൺവിൻസിങ് ആയിരിക്കണം. ദാറ്റ് ഇസ് ഹൗ. യെസ് അജിത്, യെസ് അയശകർ. സോ ഞാനൊരു പോയിന്റ് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ആ ഇതിന്റെ ഗിൽറ്റ് എപ്പോഴും നെഗറ്റീവ് അല്ല. It was feelings of guilt that motivated Emperor Ashoka to embrace Buddhism and act as an ambassador of Buddhism. ഇവിടെയും കുറെ പേർക്കെങ്കിലും അറിയാം കലിംഗ വാർ. അവിടെ സനൽകുമാർ പറയുന്നു കലിംഗ വാർ ഗുഡ്. കലിംഗ വാർ അത് അശോകൻ ആണ് ഇനിഷ്യേറ്റ് ചെയ്തത്. അശോകനാണ് ഇൻവേഡഡ് ദാറ്റ് കൺട്രി. അവരിങ്ങോട്ട് വന്നതല്ല, ഇൻവേഡ് ചെയ്തു. എന്നിട്ട് ആ യുദ്ധത്തില് എത്രയോ ലക്ഷങ്ങൾ ആളുകളാണ് മരിക്കുന്നത്, കൊല്ലപ്പെട്ടത്. ആൻഡ് ഈ വൺ ദി വാർ. എന്നിട്ട് ആ യുദ്ധഭൂമിയിൽ പോയപ്പോഴാണ് ഹി സാ ഒരുപാട് ഡെഡ് ബോഡീസും കരയുന്ന മറ്റേ ഭാര്യമാരും കുഞ്ഞുങ്ങളെല്ലാം കണ്ടപ്പോൾ സഡനായിട്ട് ആ പെയിൻ, ആ ഗിൽറ്റ് ഫീലിംഗ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാറാണ് കലിംഗ വാർ, എംപറർ അശോകയുടെ. ദെൻ ഹി ഇമ്മീഡിയറ്റ്ലി എംബ്രേസ്ഡ് ബുദ്ധിസം. എന്നിട്ടാണ് അതന്നെ ഫെൽറ്റ് റിമോഴ്സ്. എന്നിട്ടാണ് പുള്ളി അഗ്രസീവായിട്ട് ബുദ്ധിസം സ്പ്രെഡ് ചെയ്ത് ബർമ അങ്ങോട്ട് എല്ലായിടത്തും മറ്റു രാജ്യങ്ങളിലെല്ലാം ചെയ്തത്. അപ്പൊ അവിടെയും ഗിൽറ്റ് എ പവർഫുൾ മോട്ടിവേറ്റർ ആൻഡ് ഇറ്റ് മെയ്ഡ് ഹിം ഡു മെനി തിങ്സ് ഗുഡ്. There are plenty of books, just a few titles. Escaping Toxic Guilt, When I Say No, I Feel Guilty, Learning to Say No Without Feeling Guilty. നമ്മൾ ചിലപ്പോൾ നോ പറയുമ്പോൾ തന്നെ നമുക്ക് കുറ്റബോധം ഉണ്ടാവും. ചേടാ നോ പറഞ്ഞല്ലോ, ശേ. അത് കുട്ടികൾ തന്നെ ചിലർ ചോദിക്കും, പറ്റത്തില്ല എന്ന് പറയും, വാങ്ങിച്ചു തരത്തില്ല. പിന്നെ ഇരുന്ന് കുറ്റബോധമാണ്, ശേ അവൻ ചോദിച്ചു ഇതാണെന്നൊക്കെ. എന്നിട്ട് ചിലർ ചോദിക്കുന്നത് നോ പറയുമ്പോൾ എങ്ങനെ കുറ്റബോധം ഇല്ലാതെ നോ പറയണം, അതൊക്കെയാണ് അറിയേണ്ടത്. പർപ്പസ് ഓഫ് ദിസ് വെബിനാർ, ഇന്നത്തെ പർപ്പസ് വന്നിട്ട് വെറും 3 ഉള്ളൂ. എക്സ്പ്ലോർ ദി കോസസ് ബിഹൈൻഡ് ഗിൽറ്റ്. ഏതൊരിതിനും കാരണം ആദ്യം അറിയണം. കാരണം അറിയുമ്പോഴേ, ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടാണ് ബീങ് എ മെഡിക്കൽ ഡോക്ടർ, കാരണം അറിയാതെ ശരിക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. തലവേദനയുടെ കാരണം പല കാരണങ്ങളുണ്ട്. എന്താണ് അതിന്റെ റൂട്ട് കാസ്? അതല്ലാതെ വേദന സംഹാരി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ ഗിൽറ്റിന് എന്താണ് കാരണം അറിയാത്തതുകൊണ്ടാണ് മിക്കവരും എന്ത് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് വെള്ളം അടിക്കുന്ന കേട്ടിട്ടില്ലേ? മദ്യപാനം. They don't know how to cope with their guilt. ഗിൽറ്റ് കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. കുറ്റബോധം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. സോ മദ്യം, ആൽക്കഹോൾ ഇസ് എ മെഡിസിൻ, ആൽക്കഹോൾ ഇസ് എ ഡ്രഗ്. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദി റീസൺസ്. ഇത് ഞാൻ ഈ പറയുന്നത് ഒന്നും മനസ്സിലായോ? ആൽക്കഹോൾ ആൻഡ് ഗിൽറ്റിന്റെ മനസ്സിലായെങ്കിൽ ഒന്ന് വയ്യട്ടെ പ്ലീസ്. ഞാൻ ഇങ്ങനെ ചോദിച്ചു പോകുന്നതിന്റെ കാര്യം, ഐ വാണ്ട് ടു മേക്ക് ഷുവർ ഇതിന്റെ കാര്യമായിട്ട് നല്ല ഡീപ്പായിട്ട് മനസ്സിലാകണമെന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ കൂടെ ചോദിക്കുന്നത്. യെസ് അയോശേഖരല്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇതിന്റെ ദെൻ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പാക്ട് ഓഫ് ഗിൽറ്റ്. ഗിൽറ്റ് കൊണ്ട് എന്തൊക്കെ പറ്റും? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, എമോഷണൽ ഹെൽത്ത്, ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്, ഇതിനെല്ലാത്തിനെയും ഈ ഒറ്റത് മതി. ഈ ഗിൽറ്റ് ഫീലിംഗ് അതിന് നേരെ ചുവേ കൈകാര്യം ചെയ്ത് അതിനെ റിസോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോ വേ. നമ്മൾ എന്തെല്ലാം വെബിനാർ, ഹാപ്പിനെസ്, പീസ് എല്ലാം പഠിച്ചിട്ടും ഒരു കാര്യമില്ല. ഒരുപാട് പേര് ഇങ്ങനെ 100 കണക്കിനുള്ള ഹാപ്പിനെസ് സെമിനാർസ് നടത്തുന്നുണ്ട്, വെബിനാറും. രക്ഷയില്ല. ഇറ്റ് വോണ്ട് വർക്ക്. ദെൻ തെറാപ്പി ഫോർ ഗിൽറ്റ്. ഹൗ ടു? ഗിൽറ്റി ഡെഫിനിഷൻ: feeling ashamed because you have done something that you know is wrong
or have not done something that you should have done. ചിലത് നമ്മൾ ചെയ്തതിനെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറ്റബോധം, ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അത് ചെയ്യാൻ വിട്ടുപോയല്ലോ. ഐ ഷുഡ് ഹാവ് ഡൺ, ഐ കുഡ് ഹാവ് ഡൺ. അതാണ് എൻ്റെ ഡെഫിനിഷൻ. ഫാക്ട്സ് അബൌട്ട് ഗിൽറ്റ്. ഗിൽറ്റ് പ്രൊട്ടക്ട്സ് അവർ റിലേഷൻഷിപ്സ്. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ, ബർത്ത്ഡേ പാർട്ടി, വേറൊരാളുടെ ഒരു ബർത്ത്ഡേ, മകന്റെ, ഭാര്യയുടെ, ഭർത്താവിന്റെ, ഓർത്ത് ആ സമയത്ത് ആ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ സ്ട്രെയിൻ വരും. ദെൻ സബ്സിക്വന്റ്ലി യു വിൽ ഫീൽ ഗിൽറ്റി. ഈ ചെറിയൊരു കാര്യമാണ്. ആം ഐ റൈറ്റ്? ഞാൻ ഈ പറയുന്നത് ശരിയാണോ? ശരിയാണെന്ന് നിങ്ങൾ ഇതിനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വയ്യട്ടെ പ്ലീസ്. ഈ ഒരു ചെറിയൊരു കാര്യം ആ റിലേഷൻഷിപ്പിന് ആ കുറ്റബോധം നേരത്തെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊട്ടക്ട് ആവത്തുള്ളൂ. സോ ദാറ്റ് യു വോണ്ട് ഫൊർഗെറ്റ് ചെയ്ത പോക്കാണ് സംഗതി. Unresolved guilt is like a non-stop snooze alarm inside your head. കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ അലാം അടിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കും, അതുപോലെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ഇത് നമ്മളെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഗിൽറ്റി ഫീലിങ്സ് ആൻഡ് ക്ലൗഡ് ദി മൈൻഡ്. അത് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഇതെല്ലാം പോകും. ശരിക്കും കാര്യമായിട്ടൊരു കാര്യത്തിന് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കണം വെച്ചാൽ മൈൻഡ് ക്ലിയർ ആയിരിക്കണം. ഗിൽറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിസ്റ്റർബൻസ്, ദാറ്റ്സ് എ നോയ്സ്. ഗിൽറ്റ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എൻജോയ് ലൈഫ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഗിൽറ്റ് ക്യാൻ മേക്ക് യു സെൽഫ് പണിഷ്. ഇങ്ങനെ ഒരുപാട് ചിലതറിയാം സ്വയം ചെയ്യുന്നത്. അതിനാണ് എന്ത് ചെയ്യുന്ന അറിയാം. ചിലരൊക്കെ നിങ്ങൾ കേട്ട് കാണും, ഈ ശൂലമൊക്കെ കുത്തിക്കയറ്റുന്ന കണ്ടിട്ടില്ലേ? മറ്റേ തമിഴ്നാട്ടിലൊക്കെ ശൂലം ഇങ്ങനെ കയറ്റും, മറ്റേ ഇതിൽ കയറി ചെയ്യുന്നത്. അതെല്ലാം ആ ഗിൽറ്റ് ഫീലിങ്ങിന് പണിഷ്മെന്റ് ആണ്, സെൽഫ് പണിഷ്മെന്റ് ആണ്. കൊണ്ടാൻ കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ചാട്ടയിട്ട് അടിക്കുന്നത്. ദീസ് ആർ ഓൾ ഗിൽറ്റിന്റെ. ഗിൽറ്റ് ക്യാൻ മേക്ക് യു അവോയ്ഡ് ദി പേഴ്സൺ യു ഹാവ് റോങ്ഡ്. നമ്മൾ ഒരാളെ ദ്രോഹിച്ചു അങ്ങേര് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങേരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോ തവണയും കുറ്റബോധം വർദ്ധിക്കും. അത് കാരണം അവരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. ഷെയിം ആൻഡ് ഗിൽറ്റ് വീൽഡഡ് ബൈ റിലിജിയൻ. ശ്രദ്ധിച്ച് കേൾക്കണേ, റിലിജിയൻ ഞാൻ കൊണ്ടുവരികയാണ് ഇവിടെ. വിത്ത് ഫാക്ട് എവിഡൻസോട് കൂടിയാണ്. സെർവ് ആസ് പവർഫുൾ ടൂൾസ് ഫോർ മാനിപ്പുലേഷൻ, കൺട്രോൾ ആൻഡ് ദി പെർപെച്വേഷൻ ഓഫ് ദി ഒപ്രസീവ് പവർ. എവറി റിലിജിയൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, എക്സെപ്ഷൻ മേ ബി വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ബുദ്ധിസം മാത്രമേ ഉള്ളൂ കുറച്ച് കുറവ്. എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിനും. എവറി റിലിജിയൻ ഇത് കൺട്രോളാണ്. ചിലതൊക്കെ പറയും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, അത് പാവമാണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ഗിൽറ്റ് ഫീലിങ്സ് വന്നു കഴിഞ്ഞു. The 5 deadly sins in Hinduism. The murder of a Brahmin. പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് സ്ക്രിപ്റ്റിലൊക്കെ. സ്റ്റീലിംഗ് ഗോൾഡ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ വെറും ഗോൾഡ് അല്ല, വേറെ ആളുടെ സ്വത്ത് എല്ലാം അവഹരിക്കുന്നതിനാണ്. ഡ്രിങ്കിങ് ആൽക്കഹോൾ. ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് വിത്ത് വൺസ് ടീച്ചേഴ്സ് വൈഫ്. അത് പറയാൻ കാരണം പണ്ട് ഗുരുകുല സമ്പ്രദായമായിരുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് ആ ഗുരുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. ഗുരു വല്ലപ്പോഴൊക്കെ പലയിടത്തും പോവും. ആ സമയത്ത് ആ ഗുരുവിന്റെ ഭാര്യയുമായിട്ട് ഹാവിങ് എ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്, അതും വൺ ഓഫ് ദി സിൻസ് ആയിട്ട്. അതിന്റെ പർപ്പസ് വെച്ചാൽ അത് പഠിച്ച് ഡിസ്കറേജ് ചെയ്യും, പേടിച്ചിട്ട് ഇത് പാവമാണെന്നുള്ളത്. ഈ പാപം എന്നുള്ള ഒരു അകത്ത് കയറ്റി കഴിഞ്ഞാൽ ചില തെറ്റ് ചെയ്യത്തില്ല. തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ടു പ്രിവെന്റ് ദം ഫ്രം ഡൂയിങ് സംതിങ് റോങ്. ദെൻ കമ്പനി വിത്ത് ദി എബോവ് മെൻഷൻഡ് സിൻസേഴ്സ്. ഈ കൂട്ടർ ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ അത് തന്നെ പാവമാണ്. 10 commandments in ബൈബിൾ, അതിൽ കുറെ ഉണ്ട്. അതിൽ യു ഷാൽ നോട്ട് കമ്മിറ്റ് അഡൾട്ടറി, ഓണർ യുവർ ഫാദർ ആൻഡ് യുവർ മദർ. ഇങ്ങനെ കുറെ ഇതൊക്കെ അവിടെയും അടുത്തവന്റെ നെയ്ബറിന്റെ ഭാര്യയെ ചെയ്യരുത്. ഓൾ ദീസ് തിങ്സ് ചെയ്യുമ്പോൾ പറയാം കുറ്റബോധം ഉണ്ടാക്കാനായിട്ട്. പ്രൊട്ടക്ഷൻ എല്ലാം ബാഡല്ല, ഈ എല്ലാം ബാഡ് അല്ല. പ്ലീസ് ഞാൻ ഇതൊന്നും ക്ലിയർ ആയിക്കോട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ അവസാനം ചില വിചാരിക്കും ഇങ്ങനെ എല്ലാത്തിനെയും കുറ്റം പറയുന്നൊക്കെ. നോ, ഇങ്ങനെ ചിലതിന് പർപ്പസ് ഉണ്ട്. പക്ഷെ വേറെ ചിലതൊക്കെ വരുമ്പോൾ അറിയാമോ, അത് അൺനെസറി ആയിട്ടുള്ള കുറ്റബോധം വരും. യു ഷാൽ നോട്ട് ഹാവ് സ്ട്രേഞ്ച് ഗോഡ്സ്.
ഇങ്ങനെ കുറെ ഇതൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അറിയോ, ചേടാ ഇത് മാറിപ്പോരുത്. സപ്പോസ് എ പേഴ്സൺ വാണ്ട്സ് ടു ചേഞ്ച്, കുറ്റബോധം വരും. ദാറ്റ്സ് നോട്ട് റൈറ്റ്. 10 കമാൻഡ്മെന്റ്സ് ഇൻ ബൈബിൾ നേരത്തെ പറഞ്ഞു. സോറി, നേരത്തെ കാണിച്ചത് തന്നെയാണ്. അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി സ്ലൈഡ് കാണിച്ചു. ഓക്കെ, Islam, to eat meat of a dead animal or of one not slaughtered according to the Sharia, rule of the Sharia. ഹലാൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ മതത്തിനെ ഞാൻ കുറ്റം പറയാൻ വന്നിട്ടില്ല. ഇത് കേട്ടപാടെ ഉടനെ കയറി പ്രൊവോക്ഡ് ആകരുത്. പക്ഷേ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ മേക്ക് സം പീപ്പിൾ ഫീൽ ഗിൽറ്റി. ഇവിടെ തന്നെ പലരും വന്നിട്ട്, അമേരിക്കയിൽ തന്നെ ഉള്ളവര്, ദർ ആർ സർട്ടൻ ഷോപ്സ്, അവിടെ ഹലാൽ മീറ്റ് വിൽക്കുന്ന അവിടെ മാത്രമേ ഇന്ന് വാങ്ങിക്കത്തുള്ളവർ. അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുക കഴിഞ്ഞാൽ വേണ്ട. അവരുടെ കുട്ടി വല്ലതും അറിയാതെ കയറി, കൊച്ചു പിള്ളേർ വരുമ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് അത് കഴിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ വഴക്കാണ്. വഴക്കാകുമ്പോൾ ആ കുട്ടി വിൽ ഫീൽ ഗിൽറ്റി. പിന്നെ ഈറ്റ് പോർക്ക്, ഇങ്ങനെയുള്ള പലതും. ആൽക്കഹോൾ അവിടെയും. ടു ഫ്ലീ ഫ്രം ജിഹാദ്, ആ റിലീജിയസ് വാറിന് പങ്കെടുക്കാതെ അതിന് ഓടിപ്പിക്കഴിഞ്ഞാൽ യെസ് ദാറ്റ് ഇസ് എ സിൻ. എന്നിട്ട് ആ പ്രെയർ, ഗിൽറ്റ് ഇൻ ദി ഹാർട്ട് ക്രിയേറ്റ്സ് chaos ഇൻ ദി ഹെഡ്. അതായത് നേരത്തെ പറഞ്ഞു, ക്ലൗഡിങ് ഓഫ് ദി മൈൻഡ് ആണ്. സ്ട്രെസ് ഇൻഡ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഹാർട്ട് അറ്റാക്ക്, ഡിപ്രഷൻ, ആങ്സൈറ്റി എക്സെട്ര ആർ അൺകോമൺ എമംഗ്സ്റ്റ് പൊളിറ്റീഷ്യൻസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഓർക്കണം, ഇത് മിക്കവരും പറയാത്തൊരു കാര്യമാണ്. ഞാൻ ആവർത്തിച്ച് പലപ്പോഴും പറയുന്നതാണ്. It could be because they don't suffer from moral or ethical dilemmas. People with moral and ethical dilemmas are vulnerable to feelings of guilt. അവർക്ക് മോറലായിട്ട് ഒരു പ്രയാസവും ഇല്ല, എത്തിക്കൽ ഇല്ല. ഈ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് വന്നു, അതിലോട്ട് ഇങ്ങോട്ട് ചാടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കക്കുന്നു. നേരത്തെ പറഞ്ഞു thou shalt not steal, കോടിക്കണക്കിന് വെട്ടിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. അവർക്ക് യാതൊരു ഇതുമില്ല. ഈ പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് വയ്യട്ടെ. ഈ പറഞ്ഞത് രാഷ്ട്രീയക്കാരൻ കഴിഞ്ഞ 10 കൊല്ലത്തിന് എത്ര പേരാണ് ഹാർട്ട് അറ്റാക്ക് മരിച്ചിട്ടുള്ളത്? എത്ര പേര് മരിച്ചിട്ടുണ്ട്? ഡോക്ടർ ഗോകുമാർ ഓൾസോ എഗ്രീസ്. എത്ര പേര് മരിച്ചിട്ടുണ്ട്? കാണാൻ പറ്റത്തില്ല. ഞാൻ അവിടെയും പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നോ, ബിക്കോസ് അവർക്ക് ആ മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ ഇട്ട് ഇതാക്കുന്നത്. സാധാരണക്കാരനെ അവർക്കത് ഇല്ല. അത് രണ്ടും ഇല്ല. ഇല്ലാത്തതിനെ പറ്റി സംസാരിക്കരുത്. എന്നിട്ട് നമ്മൾ പറയും തൊലിക്കട്ടിയാണെന്ന്. യെസ്, ഇതൊക്കെ ഉള്ളവർക്കാണ് തൊലിക്കട്ടി ഇല്ലാത്തത്. അവർ വെരി സെൻസിറ്റീവ്. അതില്ലാത്തതിന് ഒരുത്തിനും രാഷ്ട്രീയത്തിൽ കയറത്തില്ല. കയറിയാൽ സർവൈവ് ചെയ്യത്തില്ല. രാഷ്ട്രീയത്തിൽ സർവൈവ് ചെയ്യണോ? യു ഷുഡ് നോട്ട് ഹാവ്. അങ്ങനെയുള്ളതൊന്നും പാടില്ല. ഗിൽറ്റി, റെസ്പോൺസിബിൾ ഫോർ എ ഡിസോണസ്റ്റ് ആക്ട് ഓർ ക്രൈം. ഇത് കോടതിയിൽ നമ്മുടെ കുറെ ലോയേഴ്സ് ഇതിലുണ്ട്. അവസാനം അവിടെ ഗിൽറ്റി എന്ന് പറയുന്നതാണ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തതാണ്. പ്ലീഡ് ഗിൽറ്റി. ഡൽഹിസ് സൈക്കോപാത്ത് സീരിയൽ കില്ലർ രവീന്ദ്ര കുമാർ, ഇക്കൊല്ലാണെന്ന് തോന്നുന്നു, ലൈഫ് ഇംപ്രസൺമെന്റ് ശിക്ഷിച്ചു. ഇയാൾക്ക് ഇപ്പോഴും 32 വയസ്സ്. ഇയാളൊരു 6 കൊല്ലാണെന്ന് തോന്നുന്നു. 6 കൊല്ലം കൊണ്ട് 30-ലേറെ പിള്ളേരെയാണ് കൊന്നത്, റേപ്പ് ചെയ്തിട്ട്. ഈ കിൽ. അയാൾ ഒരു 40 കിലോമീറ്റർ റേഡിയസിനകത്ത് പിള്ളേരെ കൊണ്ടുപോയിട്ട് അവര് പീഡിപ്പിച്ചിട്ട് കൊല്ലുന്നു. ദിസ് ഗായ്, അവന് യാതൊരു വിധത്തിലുള്ള ഒരു മോറൽ ഇതൊന്നും ഇല്ല. നോ എത്തിക്കൽ, നത്തിങ്. ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഫീലിംഗ് ഗിൽറ്റി. ഈ സൈക്കോപാത്ത്, സോസിയോപാത്ത് എല്ലാം ഇത് രണ്ടും ഇല്ല. നമ്മളിപ്പോ നാട്ടിൽ തന്നെ കാണുന്നില്ല, പീഡിപ്പിച്ചു. ആരാണ്? അച്ഛൻ മകളെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ കൊച്ചച്ഛൻ അമ്മാവൻ പീഡിപ്പിച്ചു. അതെല്ലാം മോറൽ, എത്തിക്കൽ ഒന്നും ഇല്ലാത്തതിൻ്റെതാണ്. ഹിറ്റ്ലർ അങ്ങേർക്കില്ല, ബിഗ് ടൈം സൈക്കോപാത്ത്. അതുകൊണ്ടല്ലേ ആ 60 ലക്ഷം ജൂയിഷ് പീപ്പിളിനെ ഗ്യാസ് ചേമ്പറിലും പലരിട്ട് കൊല്ലുന്നതിൽ അവർക്ക് ഒരു കുറ്റബോധം ഇല്ലായിരുന്നു.
ഇനി എല്ലാവരും വിചാരിക്കും ഇത്രയും കാണിച്ചെല്ലാം ആണുങ്ങൾക്കാണ് എല്ലാം ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത്. എന്നാ നോക്കിയോ, കൂടത്തായി ജോളി സ്ത്രീയാണ്. ചിലർ വിചാരിക്കുന്നത് ഇവിടെ അല്ല, കേരളത്തിലല്ല, അമേരിക്കയിലും വേറെ രാജ്യത്തൊക്കെയാണ്. ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ഉള്ളതാണ് കൂടത്തായി ജോളി. 6 പേരെയാണ് 14 കൊല്ലത്തിനുള്ളിൽ പുള്ളിക്കാരി സൈനൈഡ് കൊടുത്ത് വന്നത്, ഇൻക്ലൂഡിങ് 1 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ കൂടി. എന്നിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ ജാളിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു, വളരെ ജാളിയായിട്ട്. Am I right? Am I right? Psychopath അല്ലേ? She is a psychopath with no feelings of guilt, no feelings of remorse, nothing. Doctors and guilt. ഇവിടെയാണ് ഞാനിത് പറയാൻ പോകുന്നത്. എൻ്റെ 3-4 ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ വന്നിട്ട് വളരെ നല്ലൊരു ശതമാനം, ഒരു ചെറിയ ശതമാനം ഇതൊന്നും ഇല്ലാത്തവരാണ് പിടിച്ചു പറയും. എന്നെ കാണാമല്ലോ, ഗ്രീഡി ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ആവശ്യമില്ലാത്ത പാവപ്പെട്ടവനെയും അവനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും വളരെ എക്സ്പെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. പണ്ട് ഞാൻ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നതിന് ചില സർജറി, എല്ലാവരും ഇല്ല, ചില സർജറി ഡോക്ടേഴ്സ് ഉണ്ട്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ തലേ ദിവസം വീട്ടിൽ ചെന്ന് 500 രൂപ കൊടുത്തില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യത്തില്ല പാവപ്പെട്ടവർക്ക്. എന്നിട്ട് അവർ ഓപ്പറേഷൻ അടുത്ത ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കും. പൈസ കിട്ടുന്നവരും മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. ഗോകുമാർ, ആമേ റൈറ്റ്? ഗോകുമാറോടുണ്ട്, ഡോക്ടർ ജയചന്ദ്രനുണ്ട്. റൈറ്റ് ആണെന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ നിന്ന് വയ്യട്ടെ, ഞാൻ ഈ പറഞ്ഞ ശരിയാണെന്നുണ്ടെങ്കിൽ. യെസ് ഗോകുമാർ, യെസ്. സോ അങ്ങനെയുള്ള ആ സർജൻസിനെല്ലാം യാതൊരു വിധത്തിലുള്ള ഒരു കുറ്റബോധവും ഇല്ലാത്ത, നോ ഗിൽറ്റി കോൺഷ്യൻസ്, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ കുറെ ഡോക്ടേഴ്സ് ഇൻക്ലൂഡിങ് മീ, ഞാനാണെന്ന് അറിയാം, വല്ലതും അബദ്ധം വരരുതേ പറ്റരുതേ എന്ന് അധിക്കാണ്. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അത് ഞാൻ വളരെയധികം വിഷമിക്കുന്നതാണ്. ഞാൻ റിയൽ എക്സാമ്പിൾ തന്നെ പറയാം. ഞാൻ 23 വയസ്സ്, ഐ വാസ് എ ഹൗസ് സർജൻ. അന്ന് ഹൗസ് സർജനായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞങ്ങളുടെ വാർഡിൽ അവിടെ മൊത്തം 100 ബെഡുണ്ട്, 200 പേഷ്യൻസ് ഉണ്ട്. 100 പേഷ്യൻസ് ഫ്ലോറിലാണ്. ഞങ്ങളുടെ സൈഡിൽ 100, അപ്പുറത്തെ സൈഡിൽ വേറൊരു യൂണിറ്റിന്റെ 100. അപ്പൊ ഞാനിങ്ങനെ ഒരു പേഷ്യന്റ് ബ്ലഡ് ഞാനിങ്ങനെ എടുക്കുന്നു ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ആ സമയത്ത് അപ്പുറത്തെ സൈഡിലുള്ള പേഷ്യന്റ് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കൈ അടിച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നു എന്നെ. അപ്പോൾ ഞാൻ വെച്ച് എന്റെ പേഷ്യന്റ് ഒന്നല്ല, അയാൾ ആരും എന്നെ കയറി വിളിക്കാനായിട്ട്. സോ ഞാൻ ഈ ബ്ലഡ് എടുത്ത് നേരെ ലാബിൽ പോയി. ഐ ഡിഡ്ന്റ് ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് വൈ ഹി വാസ് കോളിംഗ്. എന്നിട്ട് ലാബിൽ പോയിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ആ പേഷ്യന്റെ ചുറ്റും സീനിയർ ഡോക്ടേഴ്സ്, നഴ്സസ് എല്ലാം കൂടെ 10-13 പേര് അവിടെ ചുറ്റും ഇരുന്ന് പേഷ്യന്റ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്കാരന് ഹാർട്ട് ഫെയിലിയർ ഇപ്പോൾ ഒന്നാമത് വെച്ചാൽ നമ്മുടെ ലങ്സിൽ വെള്ളം കെട്ടും. അങ്ങനെ ശ്വാസം വിടാൻ പ്രയാസം, പൾമണറി ഇഡിമ എന്ന് പറയും. അപ്പൊ അങ്ങേർക്ക് ആ ശ്വാസം വിടാൻ പ്രയാസം കൊണ്ടാണ് അങ്ങേര് പറയാൻ പോലും പറ്റാതെ കൈയടിച്ചിട്ട് എന്നെ വിളിച്ചത്. ആൻഡ് ഐ ഡിഡ്ന്റ് നോ, ഐ ജസ്റ്റ് ഇഗ്നോർഡ് ദാറ്റ്. ഐ വെന്റ് ടു സീ സംബഡി. അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ അത് എനിക്ക് ഉണ്ടാക്കിയ ഒരു കുറ്റബോധം ഉണ്ടല്ലോ, മൈ ഗുഡ്നസ്, അത് വല്ലാത്തൊരു കുറ്റബോധമാണ്. പക്ഷേ ഞാൻ തന്നെ കൺസോൾ ചെയ്തത്, എനിവേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തത്, എന്റെ കെയറുള്ള പേഷ്യന്റ് അല്ല, ആൻഡ് ഇൻ ഫ്യൂച്ചർ ഐ വിൽ നെവർ ഡു ദാറ്റ് വൺ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എപ്പോഴായാലും എന്റെ അല്ല വേറെ ഏതെങ്കിലും പേഷ്യന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡ് നിർത്തി കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിന്ന് എന്താണ് എല്ലാം കേൾക്കും. ഐ ഓൾവേസ് ട്രൈ ടു ഹെൽപ്പ് ദാറ്റ് വൺ. അങ്ങനെയാണ് ആ കുറ്റബോധത്തിന് ഞാൻ ഡീൽ ചെയ്തത്. ഈ എക്സാമ്പിൾ ക്ലിയർ ആണോ ഫ്രം മൈ ഓൺ പേഴ്സണൽ ലൈഫ്? ഈസ് ഇറ്റ് ക്ലിയർ ആൻഡ് ഈസ് ഇറ്റ് കൺവിൻസിങ്? ഓക്കെ സനൽകുമാർ, താങ്ക് യു. എനിക്ക് ഐ എം നോട്ട് അഷേംഡ്. എന്നുവെച്ചാൽ ഞാൻ ഏത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അബദ്ധത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് പറയും, എനിക്ക് പ്രയാസമില്ല. അങ്ങനെ പറയുമ്പോഴാണ് വേറെ കുറെ പേര്. അത് കാരണം ഞാൻ എന്റെ ഹൗസ് സർജൻസിനും ഞാൻ അവിടെ വർക്കിംഗ് ആസ് എ ഫാക്കൽറ്റി അവർക്ക് ഞാൻ പറയും, എന്റെ ഈ സ്റ്റോറി പറയും, ദിസ് വാട്ട് ഹാപ്പൻ. സോ ഓൾവേസ് റിമെമ്പർ. സോറി, അതെന്നാണ്ടോ ചെറിയൊരു കുഴപ്പം പറ്റി. എന്താണെന്ന് ഞാൻ ഫിക്സ് ചെയ്തിട്ട്. ഓക്കെ, ഹൗ ടു ഓവർകം ഗിൽറ്റി ഫീലിങ്സ്. ഇനിയാണ് ശ്രദ്ധിച്ചേക്കണം, എല്ലാത്തിനും പരിഹാരം കൂടെ പറയാതെ കഴിഞ്ഞാൽ കാര്യമില്ല. ഗിൽറ്റി അവസാനം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഇഫ് യു ഫീൽ ഗിൽറ്റി ബിക്കോസ് യു ഡിഡ് ഓർ സെഡ് സംതിങ് ടു ഹർട്ട് സംവൺ,
apologizing and not repeating that behavior will help you forgive yourself. ഏറ്റവും പ്രയാസം എന്ന് പറയാം, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് forgive ചെയ്യാനാണ് പ്രയാസം വരുന്നത്. അവിടെയാണ് ഞാൻ എന്നെ forgive ചെയ്ത്, ഞാൻ മനഃപൂർവ്വം അല്ല, ഞാൻ അറിഞ്ഞില്ല, അതായിട്ടൊക്കെ, and I will never repeat that one. അതോടെ അത് absolved. വേറെ ഒരു അറിയാതെ വല്ലതും പറഞ്ഞിട്ട് ചിലർക്ക് വേദിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി കേട്ടോ, ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്, ഞാൻ വേറെ നിങ്ങൾ അതിന് പെർസീവ് ചെയ്ത് വേറെ ഇതിലേക്ക് ഐ എം സോറി പറഞ്ഞാൽ അതോടുകൂടി എനിക്ക് ഐ ഡോണ്ട് ഹാവ് ടു ലിവ് വിത്ത് ഗിൽറ്റ് ഫീലിങ്സ്. ബട്ട് സംടൈംസ് ഗിൽറ്റ് ഇസ് ഇൻഅപ്രോപ്രിയേറ്റ്. ആവശ്യമില്ലാത്ത ഇറാഷണൽ ആയിട്ടുള്ള ഗിൽറ്റുമായിട്ട് നമ്മൾ കിടന്ന് സഫർ ചെയ്യും. റിഫ്ലക്റ്റിംഗ് ഓൺ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ബിയോണ്ട് യുവർ കൺട്രോൾ വുഡ് റിലീവ് ദി ഗിൽറ്റി ഫീലിങ്സ്. എന്റെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്, അതിനൊന്നും ഞാൻ കയറി ഐ ഡോണ്ട് ഹാവ് ടു. അതാണ് നോക്കേണ്ടത്. ഇഫ് യു ഫീൽ ഗിൽറ്റി, സിറ്റ് ആൻഡ് അനലൈസ് വെദർ യു ആർ റെസ്പോൺസിബിൾ, വെദർ യു കുഡ് ഹാവ് അവോയ്ഡഡ്. അല്ല, യു ആർ നോട്ട് റെസ്പോൺസിബിൾ. പക്ഷെ ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ കുറ്റം ഇഞ്ചക്ട് ചെയ്യാൻ നോക്കും. ഇതാണ് മിക്കവരും എന്താ പറയാ, കുറ്റബോധം കുത്തിവെക്കാൻ നോക്കും. എന്റെ പ്രീവിയസ് ടോക്കിലുണ്ടായിരുന്നു, മാനിപ്പുലേറ്റ്, പ്രൊവോക്ക്, അതാണ് ചെയ്യുന്നത്. അതിൽ വീണു പോരുത്. ഗിൽറ്റ് ട്രിപ്പ്. ഈ ഗിൽറ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അറിഞ്ഞുകൊണ്ടെങ്കിൽ ഒന്ന് നോ ഇട്ടെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വെരി ഇൻട്രസ്റ്റിംഗ്. എവരിബഡി ഷുഡ് നോ. ഗിൽറ്റ് ട്രിപ്പ് അറിഞ്ഞുകൂടാതുണ്ടെങ്കിൽ നോ. രാമേന്ദ്രൻ നോ. ഗുഡ്, താങ്ക് യു. ഞാൻ ഈ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ തന്നെ ഐ ഡു എ ലോട്ട് ഓഫ് റീഡിങ് ആൻഡ് റിസർച്ച്. അപ്പൊ അതിൻ്റെതാണ് വരുന്നത്. വാട്ട് ഈസ് ഗിൽറ്റ് ട്രിപ്പ്? ഗിൽറ്റ് ട്രിപ്സ് ആർ എ ഫോം ഓഫ് വെർബൽ ഓർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ in which a guilt inducer tries to inject guilty feelings into a target in order to control their behavior. Control ചെയ്യാന്നുള്ളതാണ്. As such, guilt trips are a clear form of psychological manipulation and coercion. ഇനി ഗിൽറ്റ് ട്രിപ്പിനെ കൂടുതൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്തൊക്കെയാണെന്നുള്ളത്. Key points about guilt trips. Guilt trips could induce strong feelings of guilt as well as strong feelings of grudge towards the manipulator. ഈ ഇഞ്ചക്ട് ചെയ്യുന്നവരത്ത് നമുക്ക് അവരോടും വലിയ ദേഷ്യവും വെറുപ്പും വരും. അവർ പലതും പറഞ്ഞ് ചില ചെയ്തിട്ട് യു ഫീൽ ഗിൽറ്റി. കുത്തി കാണിക്കും. ഓരോ തവണയും വീണ്ടും ആവർത്തിച്ച് നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇത് ശരിയാണോ, ഈ പറയുന്നത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ലേ? റിപ്പീറ്റഡ് ആയിട്ട് പോക്കിംഗ് ആൻഡ് മേക്ക് യു ഫീൽ സഫർ. ഈ എക്സാമ്പിൾ ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? ഇത് ദിവസം നടക്കുന്ന കാര്യമാണ്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ തന്നെ വീട്ടിൽ തന്നെ ഇതേപോലെ നടന്നിട്ടില്ലെങ്കിൽ ആശ്ചര്യമുള്ളൂ. നടക്കാറുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ അറിയാതെ തന്നെ ഇതേപോലെ ഗിൽറ്റ് ട്രിപ്പിലോട്ട് കൊണ്ടുപോകും. പിള്ളേരെ പാരന്റ്സിനെ, എവറിത്തിങ് ദിസ് വളരെ വളരെ റാമ്പന്റ് ആണ്. ഇത് അറിയണം. ഒന്നുമില്ലേലും ബാക്കിയുള്ള ചെയ്യാലും നമ്മൾ ചെയ്തു പോരുത്. ദി മോസ്റ്റ് കോമൺ തീം ഓഫ് ഫെമിലിയൽ ഗിൽറ്റ് ട്രിപ്പ് ഇസ് വൺ ഓഫ് ഇന്റർപേഴ്സണൽ നെഗ്ലക്ട്. ഇവിടെയാണ് ഈ അച്ഛനും അമ്മയൊക്കെ ചിലരൊക്കെ എന്ന് പറയും, ഞാൻ എന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് അറിയാമോ, നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് അറിയാമോ, നീ ഇപ്പൊ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, അവനെ ഇതാക്കിയിട്ട് ഞങ്ങൾ ഇത് പാടുപെട്ടു, അവനവിടെ പോയി, ഞങ്ങൾ അന്വേഷിക്കുന്ന പോലും ഇല്ല. അത് അവിടെ ആ മെസ്സേജ് ആ മോന് അല്ലെങ്കിൽ മോൾക്ക് കിട്ടുമ്പോൾ ഗിൽറ്റ് ട്രിപ്പാണ്. ചിലപ്പോൾ അവർക്ക് പറ്റാത്ത സാഹചര്യമാണ് അവരുടെ ജോലിയിൽ, അതും മനസ്സിലാക്കണം. അവരുടെ ജോലി സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കൂടെ നിൽക്കാൻ പറ്റത്തില്ല. യുവർ പീരീഡ് വേറെ ആയിരുന്നു. പക്ഷെ ഈ ഗിൽറ്റ് ട്രിപ്പ് അതോടെ അവർക്കും അച്ഛനും അമ്മയോട് വെറുപ്പ് തോന്നും. സിമ്പതി എമ്പതി അല്ല, അവർക്ക് ദേഷ്യമാണ് വരുന്നത്. പിന്നെ വേറെ അവര് മനസ്സിൽ തന്നെ ആയിരിക്കും, എന്താണ് ഞാൻ ആവശ്യപ്പെട്ടാണോ നിങ്ങൾ എന്നെ പ്രസവിച്ചത്? ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദി മൊമെന്റ് യു ബ്രിങ് മീ, ഒരു ചൈൽഡിനെ കൊണ്ടുവരാൻ, ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി പാരന്റ്. അല്ലാതെ കുട്ടിക്ക് അങ്ങോട്ട് ഓബ്ലിഗേഷൻ ഒന്നുമില്ല. ഈ പോയിന്റ് ക്ലിയർ ആയോ മൈ ഡിയർ ഫ്രണ്ട്? ഇത് ക്ലിയർ ആകണം. ഇത് ഞാൻ അത് കാരണം എന്റെ മകന്റെ അടുത്ത് ഒരിക്കൽ പോലും ഞാൻ പറയാറില്ല, ഇതാണെന്നൊക്കെ. ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഇൻ റിട്ടേൺ. ഇഫ് ഹി ദിസ് വൺ, ഓക്കെ ഫൈൻ. ഇഫ് ഹി ഡസന്റ്, ഫൈൻ. അതല്ലാതെ നിനക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തു, അത് ചെയ്തു, മറ്റേ ചെയ്തു എല്ലാം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ അറ്റ് ദി സെയിം ടൈം മേക്ക് ദം അവെയർ ഓഫ് സർട്ടൻ തിങ്സ് യു ഡിഡ്. അത്രയും മാത്രമേ ഉള്ളൂ. The best way to stop guilt trips is to ask the guilt inducer to stop. ആ പറയുന്നതിനെ നിർത്താൻ പറയണം. ആ ഹാബിറ്റ്സിനെ, ആ പാരന്റ്സിനെ പറയണം, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ,
ഞാനൊന്നും ചെയ്തല്ലോ, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു, അത്രയേ ഉള്ളൂ. അതിനെന്താണ് ഇത്രയും വലുതായിട്ട് പറയുന്നത്? ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ചു, പിന്നെ 10 മാസം ചുമന്ന്, അതല്ലേ, ദാറ്റ്സ് ഇൻ നേച്ചർ. ചില സ്ത്രീകളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതൊന്നും എന്നാണ്ടോ വേറെ ആരും ലോകത്ത് ചെയ്യാത്തത് അവർ മാത്രം ചെയ്താണെന്നുള്ളതൊക്കെ. ഇത് മിക്കപ്പോഴും സ്ത്രീകൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, പെറ്റ് നൊന്ത് പെറ്റതാണെന്നൊക്കെ. ഇത് കേട്ടിട്ടില്ലേ? ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വയ്യട്ടെ. സ്ത്രീകളാണ് ഈ കുറ്റബോധം കുത്തിവെക്കാനായിട്ട് വളരെ നിൽക്കുന്നത്. ആൻഡ് അറ്റ് ദി സെയിം ടൈം അവരെയാണ് അവസാനം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അവർ റിയലൈസ് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. വെറുപ്പാണ് സമ്പാദിക്കുന്നത്, സിമ്പതി ഒന്നുമല്ല. ഡോണ്ട് ടേക്ക് ഹോം മെസ്സേജ് അതാണ്. ഈ ടോക്കിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കാണ്. ഇതിലുള്ളവർ ഇതെങ്കിലും ഓർക്കണം. ഇത്രയും നാൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തണം. അടുത്ത കുറ്റബോധം ഉണ്ടാക്കാനാണ് ചാരിറ്റിക്ക്, യൂണിസെഫ് ഒക്കെ. ഹീ ഈസ് സ്റ്റാർവിംഗ്, വി ആർ നോട്ട്, ഇറ്റ് ഈസ് ടൈം ടു ഷെയർ. ഇതാണ് ഏറ്റവും വലിയ കുറ്റബോധം. ചില നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ടി വിയിൽ വരുന്നത്, ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടക്കുന്നതായിട്ടൊക്കെ. അപ്പോൾ കുറ്റബോധം. ബെഗേഴ്സ് ആർ വെരി ഗുഡ് അറ്റ് ഇൻജക്ടിങ് കുറ്റബോധം. ഈ ബാറിന് ഞാനിവിടെ നാട്ടിൽ കണ്ടിട്ടുള്ളതാണ്. ഞാനിത് ഒബ്സർവ് ചെയ്യും, എൻ്റെ പാർട്ട് ഓഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് തന്നെ. ചില 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ വലിയ ഹോട്ടലിലൊക്കെ ഇപ്പോഴധികം കാണാനില്ല, അവിടെ ബാറൊക്കെ ആണ്. ഐ എം എ ടീ ടോട്ടലർ, ഞാൻ മദ്യപിക്കാറില്ല. അപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ കാണുന്നത്, ആ സമയത്ത് രാത്രി ആകുമ്പോൾ ഞാൻ പിടിച്ചൊരു കൊച്ചു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഒന്നിലൊരു സ്ത്രീ അല്ലെങ്കിൽ വേറെ ആളിങ്ങനെ നിൽക്കും. സാറേ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി സാറേ എന്ന് പറയും. അപ്പോൾ ഇയാള് 2 പെഗും ബാക്കി എല്ലാത്തിനും കൂടെ 1000 രൂപ ചെലവാക്കി. ഇവിടെ കുട്ടി ഒന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ കുറ്റബോധം വരും. അപ്പോഴെന്താണ് 1 രൂപ 2 രൂപ കൊടുക്കുന്ന, കൈയുള്ള 20 രൂപ 50 രൂപ കൊടുക്കും. ദേ ആർ വെരി ഗുഡ് അറ്റ് മാനിപ്പുലേറ്റിംഗ്. കുറ്റബോധം അവിടെ കുത്തിയിരിക്കുന്നതാണ്. ഇത് ക്ലിയർ ആയോ? എ സ്മാർട്ട് ബെഗർ, വാട്ട് ദേ ഡു. അതുകൊണ്ടാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഇവർ വരുന്നത് കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന്റെ മെയിൻ ഉദ്ദേശം കുറ്റബോധം കുത്തിവെക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ദേ ഡു. അതാണ് ഈ ഒരുപാട് ചാരിറ്റിക്കുള്ളതിൻ്റെയൊക്കെ വരുന്നതെല്ലാം. അടുത്തത് എന്നാ ചാരിറ്റി? ഫീഡ് ദി ഹോംലെസ്. ഇവിടെ അമേരിക്കയിൽ സ്ഥിരം കാണുന്നതാണ്. വീടില്ല, ഹോംലെസ് വെറ്ററൻസ്. അവരെല്ലാം കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ പ്ലക്കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോംലെസ് നീഡ് ഫുഡ്, ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞു. 4% ആൾക്കാരും they chose to be homeless, they chose to be that one. ഈ രാജ്യത്ത് പട്ടിണി അടക്കേണ്ട ഒരു ആവശ്യമില്ല, വീടില്ലായിരിക്കുന്ന ആവശ്യമില്ല. പക്ഷെ അവർ തന്നെ എല്ലാം ഇതായിട്ടൊക്കെ നെഗ്ലക്ട് ചെയ്ത് ക്രൈമും എല്ലാം ചെയ്തതിനു ശേഷം അവസാനം എന്നിട്ട് പിന്നെ ഇതാണ് ബാക്കിയുള്ള ഇടയിൽ നിൽക്കുകയാണ്. പാരസൈറ്റ് ആണ് ഇതൊക്കെ. ഇഫ് യു വുഡന്റ് ഈറ്റ് യുവർ ഡോഗ് പിന്നെ ടർക്കി. ഇതൊന്നാണ് ആനിമൽ ക്രൂവൽറ്റി, ആനിമൽ ലവേഴ്സ് എന്നുള്ള. നമ്മുടെ അവിടെ തന്നെ ഇപ്പോഴെന്താണ് പട്ടി പ്രേമികൾ. അവിടെ പേ പിടിച്ചും എത്രയായിട്ടൊക്കെ എത്രയോ ഓരോ വർഷം എത്രയോ കുട്ടികൾ തേക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. തെരുവ് നായകളെ പേടിച്ചിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വാക്കിങ്ങിനൊന്നും പോകാറില്ല, പട്ടിയെ പേടിച്ചിട്ട്. ആക്ട്സ് ദാറ്റ് പ്രൊവോക്ക് ഗിൽറ്റ് ഫീലിങ്സ്, ആക്ട്സ് ഓഫ് ഒമിഷൻ, ആക്ട്സ് ഓഫ് കമ്മീഷൻ. ചിലത് നമ്മൾ ചെയ്യാൻ വിട്ടുപോയത് അത് തന്നെ നമുക്ക് ഗിൽറ്റ് ഫീലിംഗ് വരും. വേറെ ചില മറ്റേ ഗാന്ധിക്ക് വന്ന ഗിൽറ്റ് ഫീലിംഗ് ആക്ട് ഓഫ് ഒമിഷൻ. അത് അച്ഛൻ ഇതായിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് കൂടെ ഇരുന്നില്ല, ആക്ട് ഓഫ് ഒമിഷൻ. ആക്ട് ഓഫ് കമ്മീഷൻ നമ്മൾ ചെയ്തു, അത് കാരണമാണ് സംഭവിച്ചത്. യു കാൻ ബി എ സോൾജിയർ ഇഫ് യു ആർ സെൻസിറ്റീവ് അബൌട്ട് കില്ലിംഗ് പീപ്പിൾ. യു കനോട്ട് ബി എ ഡോക്ടർ ഇഫ് യു ആർ അഫ്രൈഡ് ഓഫ് കാസിംഗ് ഡെത്ത്. മൈ ഡിയർ ഫ്രണ്ട്, ഇവിടെ ഡോക്ടർ സന്തോഷ് ഉണ്ട്, ആർമിയിൽ പെർമനന്റ് ഇതിൽ വർക്ക് ചെയ്താണ്. പട്ടാളക്കാരനാണെന്നുണ്ടെങ്കിൽ യെസ് യു ഹാവ് ടു കിൽ സ്ട്രേഞ്ചേഴ്സ്, കൊല്ലണം. അപ്പൊ അവിടെ ഈ ഇതായിട്ട് പറ്റത്തില്ല, ചെറിയാൻ പറ്റത്തില്ല. അതേപോലെ ഡോക്ടറായിട്ടുള്ളതും അബദ്ധത്തിലോ വേറെ വല്ലതിലും നമ്മൾ കൊടുക്കുന്ന മരുന്ന് അതിന്റെ റിയാക്ഷനിലോ മരിക്കാം. അപ്പൊ അതിനെല്ലാം ആലോചിച്ചാണ് വെച്ചാൽ ഡോക്ടറാകാൻ പറ്റത്തില്ല. ആ സോൾജറിൻ്റെതാണ് മഹാഭാരതത്തിലെ ഗീതോപദേശം. എന്തോന്നാണ്? അർജുനൻ അവിടെ ചെന്നുകൊണ്ട് പെട്ടെന്ന് കാണുന്ന ഫ്രണ്ടിൽ ആരൊക്കെ കാണുന്നു? ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, കൗരവരെല്ലാം കസിൻസ് ആണ്. സഡൻലി പുള്ളിക്കാൻ കുറ്റബോധം വന്നു, ഞാൻ ഇവരെല്ലാം കൊല്ലണ്ടേ. എന്നിട്ട് പിന്നെന്താണ്? അപ്പോഴാണ് അവിടെ കൃഷ്ണന്റെ ഗീതോപദേശം, ദ ഡ്യൂട്ടി ധർമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. സോ ദാറ്റ് ഈസ് വാട്ട് ഗീത ഇറ്റ്സെൽഫ് ഈസ്. ഗിൽറ്റ് ആയിരുന്നു അർജുന് വന്നത്, കുറ്റബോധം. വി ഫീൽ ഗിൽറ്റി ഫോർ വാട്ട് വി ഡു, വി ഫീൽ ഷെയിം ഫോർ വാട്ട് വി ആർ,
A person feels guilt because he did something wrong. A person feels shame because he is something wrong. ഇവിടെയാണെന്ന് അറിയാം കുറെ പേർക്ക് ആ ഷെയിം അംഗവൈകല്യമുണ്ട്, അല്ലെങ്കിൽ ചെവി വെക്കുന്നില്ല. They are ashamed. Ashamed വെച്ചില്ല. It is not, they didn't do anything wrong. മറ്റേത് സംതിങ് they did wrong. അതാണ് ഷെയിമിനും ഈ ഗിൽറ്റ് ഫീലിംഗിലുള്ള ആ മെയിൻ ഡിഫറൻസ്. Suicide creates monstrous emotional upsurge of shame and guilt. Everyone participates in feeling responsible and even shamed at knowing the suicidal candidate. ഇവിടെയാണ് നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞ നീറ്റ് പരീക്ഷയിൽ അവൻ ആത്മഹത്യ ചെയ്തപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തു അവന്റെ അച്ഛന് ഉള്ളിൽ ഗിൽറ്റ് ഫീലിംഗ്. അതേപോലെ നമുക്ക് ബന്ധുക്കളോ ആരെങ്കിലും വെച്ചാൽ നമ്മളതിൽ കാരണക്കാരായോ, നമ്മുടെ പിള്ളേർ അല്ലെങ്കിൽ വല്ലവരും സൂയിസൈഡ് ആണ്, ചില ഫാമിലി മെമ്പേഴ്സ്, ഫസ്റ്റ് തിങ് ഇസ് ഐ എം എ റെസ്പോൺസിബിൾ, ഞാൻ അതിൽ ഇങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ദാറ്റ് ഈസ് വൺ വെരി പെയിൻഫുൾ. If I were to do nothing, I'd be guilty of complicity. ചിലപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഈവിൾ അവന്മാരെ നമ്മളവരെ സഹായിക്കാണ്. ഒരു കൊലപാതകം കണ്ടു എന്നിട്ട് വിറ്റ്നസ് ആയിട്ട് പോകാനായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ആ കൊലപാതകയെ നിങ്ങളെ സഹായിക്കുകയാണ്. ലോയേഴ്സ് ഉണ്ട്, അജിത്ത് ഉണ്ട്, മറ്റേ വിൻസെന്റ് ജോസഫ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങളൊന്ന് വെട്ടേ, ഐ മീൻ റൈറ്റ്. അവര് ആ കൊലപാതകയുടെ സൈഡിലാണ് നിൽക്കുന്നത്. ഇന്നസെന്റ് ആ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല. യെസ് അജിത്ത് എല്ലാം യെസ്. എന്നിട്ട് പറയും ഞാൻ ന്യൂട്രൽ ആണ്. ഒരു ഇത് കേട്ടിട്ടുണ്ട്, ന്യൂട്രൽ, മണ്ണാങ്കട്ട, ന്യൂട്രൽ ആണെന്ന് പോലും. സത്യം ജയിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആയിട്ട് സത്യം ഒരിക്കലും ജയിക്കത്തില്ല. സത്യം ജയിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ അല്ല വേണ്ടത്. സത്യം പറയാനായിട്ടുള്ള ആ ഒരു കറേജ് ആൻഡ് അത് വേണം. And if guilt did not kill you, the regret would eat you alive. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഗിൽറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചാത്താപം അതിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഉരുകി നിൽക്കും. എനിക്ക് അറിയാവുന്ന എത്ര പേരുണ്ട്, എൻ്റെ ബന്ധുക്കളിൽ കുറെ പേരുണ്ട് റിഗ്രറ്റ് ചെയ്യുന്നവര്. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള പേഷ്യൻസ് കുറെ പേരുണ്ട്. എന്നിട്ട് അവർക്ക് ഞാൻ എന്റെ രീതിയിലായിട്ട് കുറെ പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറെ പേർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. Now there's no point in feeling guilty. Regret. This is what you should do and you should move on എന്നുള്ളത്. എന്റെ അച്ഛൻ അവിടെ സുഖമില്ലാതെ 2009 ഒരു ഹിപ്പ് ഫ്രാക്ചറിന് ശേഷം ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യാണ്. ആൻഡ് യു നോ USA you earn a lot of money. ഞാൻ 2 മാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് 2 മാസം ഐ വാണ്ട് ടു സ്പെൻഡ് ദർ. അമ്മേൻ്റെ അടുത്ത് പറയും, നീ വരണം വരുമോ എന്ന് പറഞ്ഞ് അമ്മ വിളിക്കുന്നു. യെസ് ഐ വിൽ കം. ബിക്കോസ് എനിക്ക് അത്രയ്ക്കുള്ള ഇതാണ് എൻ്റെ പാരൻസിനെ, ഐ ലവ് ദം. ഞാൻ അവിടെ പോകുന്നു 2 മാസത്തേക്ക്. പിന്നെ അവിടെ ചെന്നുകൊണ്ട് അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം ഒരുപാട് മാറിയെന്ന് കണ്ടപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഐ ഡിസൈഡ് ഐ ഡിഡ്ന്റ് വാണ്ട്. എനിക്കിപ്പോഴും പേടി, ഏറ്റവും പേടി നാട്ടിലെ പല ഹോസ്പിറ്റലും പല ചെറുപ്പക്കാരായ ഡോക്ടേഴ്സിന് എനിക്ക് പേടിയാണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഇൻകോമ്പിറ്റന്റ് ആൻഡ് നെഗ്ലിജന്റ്. നോട്ട് ഓൾ, നെഗ്ലിജന്റ് ഇൻകോമ്പിറ്റന്റും ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി അച്ഛൻ 85 വയസ്സായി. ഐ തോട്ട് ഓക്കെ ഐ സ്റ്റേ അറൗണ്ട്. അച്ഛൻ്റെ അടുത്ത് ഒരിക്കൽ പോലും പറഞ്ഞില്ല നീ പോണ്ട, നീ ഇവിടെ നിന്ന് എന്നെ നോക്കാനായിട്ട് ഒരിക്കലും പറഞ്ഞില്ല. ഗ്രേറ്റ് മാൻ. ഞാൻ അവിടെ തന്നെ നിന്നു. അടുത്ത 5.5 കൊല്ലം അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഏത് അസുഖം, ചെറിയ അസുഖങ്ങൾ വരുമ്പോഴത്തേന് ഒരു ആശുപത്രി കൊണ്ടുവത്തില്ല, ഞാൻ തന്നെ മാനേജ് ചെയ്തു. ലാസ്റ്റ് ഡേയിലാണ് പുള്ളി മരിക്കുന്നത്. അന്നാണ്ട് രാവിലെ 8:30 പോന്നു. ഒരു മണിക്കാകുമ്പോൾ വെരി പീസ്ഫുൾ കാർഡിയക് അറസ്റ്റ്. നേരത്തെ അച്ഛൻ്റെ അടുത്ത് 2 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞു ഇനി പോകണമെന്ന് ഒരിക്കൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരന് ലൈഫിലെല്ലാം അച്ചീവ് ചെയ്തതിനു സാറ്റിസ്ഫൈഡ്. അതാണ് അവിടെ ചെന്നുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത് പോയപ്പോഴും ഞാൻ കാഷ്വാലിറ്റി പോയപ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, അച്ഛന് ഹാർട്ട് വല്ലതും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വെന്റിലേറ്റർ കൊണ്ടുപോയിക്കളരുത്, ഷോക്ക് കൊടുക്കരുത്, ഒന്നും ചെയ്യരുത്. ലെറ്റ് ഹിം ഡൈ പീസ്ഫുള്ളി. അത് തന്നെ സംഭവിച്ചു. അച്ഛനവിടെ പോയി 1 മണിയായപ്പോഴും പെട്ടെന്ന് ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് ഒന്നും ചെയ്തില്ല, മരിച്ചു. അതിന് എൻ്റെ അടുത്ത് ഇഞ്ചക്ഷൻ, എൻ്റെ അടുത്ത് കുറ്റബോധം കുത്തിവയ്ക്കാനായിട്ട്. പക്ഷെ എന്തിരുന്നാലും ഡോക്ടറായിട്ടൊക്കെ കുറച്ച് പൈസയൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ ICUയിൽ ഒന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞെന്ന് കേട്ടാ, ICUയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞെന്ന് കേട്ടാ, ICUയിൽ അത് ശരിയായില്ല കേട്ടാ. ഇങ്ങനെ ഒരു മകനായിട്ട് ഒരു ഡോക്ടറായിട്ട് നിന്നിട്ട് ഇങ്ങനെയാണ് ഓരോരുത്തരും എനിക്ക് കുറ്റബോധം കുത്തിവയ്ക്കാൻ നോക്കുകയാണ്. കുറ്റബോധം കുത്തിവയ്ക്കാനായിട്ട് ബുൾഷിറ്റ്. ഐ ഡോണ്ട് കെയർ. ഐ നോ വാട്ട് ഐ ഹാവ് ഡൺ ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി കേ. എൻ്റെ അച്ഛൻ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതിന് പ്രൂഫാണ് 5.5 കൊല്ലം ഞാനവിടെ
വീട്ടിലിരുന്ന് അച്ഛന് നോക്കാന്ന് പറഞ്ഞാൽ എത്ര കോടികളുടെ പണം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാണ്. ഞാനത് വലിയ ആത്മാവായിട്ടല്ല. യെസ്, ഐ തോട്ട് ദാറ്റ് ഇസ് വാട്ട് ഐ ഷുഡ് ഡു. ദാറ്റ്സ് വാട്ട് ഐ ഷുഡ് ഡു. അതാണ്. അതുകൊണ്ട് എനിക്ക് കുറ്റബോധമില്ല. സുന്ദരമായിട്ട് ഉറങ്ങാൻ കിടന്ന ഉടനെ തന്നെ ഉറക്കം വരും, അച്ഛൻ്റെ എല്ലാം നോക്കിയെന്നുള്ളത്. Guilt, rage, hatred and fear are the most dangerous chemicals of your system. Don't expect me to apologize for doing what I had to. To survive, a lion does not feel guilty for eating a zebra. ഇത് ഒന്ന് ഓർക്കണം. ഇത് ഞാൻ പെട്ടെന്ന് പറയാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ സർവൈവലിന് അത് അത്യാവശ്യമാണ്. ആദ്യം നമ്മുടെ സർവൈവലല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. അങ്ങനെ സർവൈവലിന് വേണ്ടി ചെയ്യുന്ന പറഞ്ഞാൽ വന്നിട്ട് അത് സെൽഫിഷ് അല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. സർവൈവലിന് വേണ്ടിയിട്ട് അത് നീഡാണ്. അതിന് ചെയ്യുന്നത് സെൽഫിഷ് അല്ല. ആ സിംഹത്തിന് അതിന് സർവൈവ് വേണം, അതിന് ഭക്ഷണം വേണം. ദൈവം അതിനെ വെയിറ്റ് ചെയ്യാനാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് മാന്യം ഇതിനെല്ലാം കൊല്ലുന്നത്. അതുപോലെ നമുക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലതിന് വേണ്ടി വി ഹാവ് ടു ഡു സർട്ടൻ തിങ്സ്. അവിടെ നോ, നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷന് റേപ്പിസ്റ്റ് വരുന്നു, അയാളത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വലിയ ഒലക്കോ കിലക്കിട്ട് അടിച്ച് അവനെ കൊല്ലുന്നു. യു ഡോണ്ട് ഹാവ് ടു ഫീൽ ഗിൽറ്റി. ഇത് ഓർക്കണം. ചിലപ്പോൾ ചിലർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ സർവൈവലിനാണ്. My guilt is an ocean for me to drown in. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഗിൽറ്റ് എന്ന് പറഞ്ഞ ഒരു സമുദ്രം പോലെയാണ്. നമ്മൾ അതിൽ തന്നെ മുങ്ങി മരിക്കും. The worst guilt is to accept an unearned guilt. അതാണ് ഇപ്പോഴും എന്നെ കുറ്റബോധം ഉണ്ടാക്കാനായിട്ട് അച്ഛനെ നോക്കിയില്ല കേട്ടാ, ICU കൊട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഗിൽറ്റായിട്ട് അക്സെപ്റ്റ് കഴിഞ്ഞാൽ അതാണ് വേഴ്സ്റ്റ് ഗിൽറ്റ്. Only the guilty are guilty. The children of killers are not killers, but children. No amount of guilt can change the past, and no amount of worrying can change the future. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് അറിയാം. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഈ കൊട്ടേഷൻ. One who condones evils is just as guilty as the one who perpetrates it. ഇതാണ് ഞാൻ എൻ്റെ ഒരു ടോക്ക് ഞാൻ കൊടുത്തായിരുന്നു ഈ അടുത്ത കാലത്ത്. വൈ ആൻഡ് ഹൗ പീപ്പിൾ ഹരാസ് പീപ്പിൾ. എന്നെ എത്രത്തോളം ഇവിടെ ഹരാസ് ചെയ്തു, ഡിസ്ക്രിമിനേഷൻ. ഞാൻ ആ ടോക്ക് കേട്ടുള്ളവർക്ക് അറിയാം. അന്ന് ഞാൻ എന്റെ സൂപ്പർവൈസർ ഹരാസ് ചെയ്യുന്നു, ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു. ഞാൻ അതിന്റെ അടുത്ത ലെവലിലുള്ളത് ചീഫ് ഓഫ് സ്റ്റാഫ്, ഡയറക്ടർ. അവിടെ ആര് മ്യൂട്ട് ചെയ്യണേ സാറേ, ഒന്ന് മ്യൂട്ട് ചെയ്യണം, സംബടി അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നു. സോ അവർക്കെല്ലാം ഞാൻ ചെന്ന് പറയുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു വിത്ത് ഇൻസിഡൻസ്. ദേ സിംപ്ലി ഇഗ്നോർഡ്. അപ്പൊ അവരെന്താണ്, ദേ കണ്ടോൺഡ്. അപ്പം ആ ഹരാസർ പൂർവാധികം ശക്തിയോടുകൂടി ചെയ്യാണ്. അപ്പൊ ഇപ്പോൾ ആരാണ് ഗിൽറ്റി? ദി സൂപ്പർവൈസറുടെ മുകളിലിരിക്കുന്ന ചീഫ് ഓഫ് സ്റ്റാഫ്. അതിലും എല്ലാവരും ഗിൽറ്റിയാണ്. അതാണ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത്. Guilt is anger directed towards ourselves. Hate and guilt are solitary mental presence. ഇത് എന്റെ ഓൺ തോട്ട് എന്ന് വന്ന ഇതാണ്, വേർഡ്സ് ആണ്. കുറ്റബോധവും വെറുപ്പും ഇത് ഒരു പ്രസനാണ്. നമ്മൾ അതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ ജീവിതം പാഴാണ്. If you are to remain silent, I would be guilty of complicity. In this country, you are guilty until proven wealthy. അമേരിക്കയിൽ തമാശയാണ്. കാശുണ്ടെങ്കിൽ നിങ്ങൾ ഗിൽറ്റി അല്ല. നിങ്ങൾക്ക് നല്ല വക്കീലിനെ, ഹൈ പ്രൊഫൈൽ വക്കീലിനെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് കൊലപാതകം ചെയ്താലും പണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പറയും, ഒരു 10,000 രൂപയും മറ്റേ മള്ളൂർ ഗോവിന്ദപിള്ള ഉണ്ടെങ്കിൽ ഏത് കൊലപാതകം ചെയ്യാമെന്ന് പണ്ട് നാട്ടിൽ പറയും. ഓൺലി ഗുഡ് പീപ്പിൾ ഫീൽ ഗിൽറ്റ്. നല്ല മനുഷ്യർ മാത്രമേ, മോറൽ എത്തിക്കൽ വാല്യൂസ് ഉള്ളവർ മാത്രമേ ഈ കുറ്റബോധം കൊണ്ട് സഫർ ചെയ്യത്തുള്ളൂ. The human capacity for guilt is such that people can always find ways to blame themselves. നമ്മൾ സ്വയം നമ്മളെ തന്നെയാണ് നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് സെൽഫ് ബ്ലെയിമിങ്, മിക്കപ്പോഴും സെൽഫ് ബ്ലെയിമിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ വി ഫീൽ ഗിൽറ്റി അൺനെസസറിലി. അയ്യോ ഇങ്ങനെ, അയ്യോ അങ്ങനെ, ഞാൻ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല. എന്നിട്ട് നമ്മൾ സഫർ ചെയ്യും. ഈ ടോക്ക് കഴിഞ്ഞ ശേഷം ഇഫ് യു ഫീൽ ഗിൽറ്റി അബൌട്ട് എനിത്തിങ്, എന്റെ ടോക്ക് കഴിഞ്ഞ ശേഷം അതിനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതിനെ നോക്ക് അനലൈസ് ചെയ്യുക, ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുക. ആം ഐ റിയലി ഗിൽറ്റി? ആം ഐ റെസ്പോൺസിബിൾ? അതെ.
അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് ഗാന്ധിജി വേറെ ഇതാണ് പറഞ്ഞു. പക്ഷെ ഗാന്ധിജി, ഹൗ മെനി ഓഫ് യു നോ ദാറ്റ് ഈസ് കസ്തൂർബ ഗാന്ധി മരിക്കുന്നത് ന്യൂമോണിയ വന്നിട്ടാണ്. ആ ന്യൂമോണിയ വന്നപ്പോൾ ആ ഇവരുടെ ഫാമിലി ഫിസിഷ്യനായിട്ട് സുശീല നയ്യാർ, ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്, ഇതെല്ലാം അവിടെ റെക്കോർഡിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും, ആതന്റിക് സൈറ്റിൽ നിന്ന്. അതില് അവർക്ക് പെൻസിലിനാണ് അന്ന് വന്നിട്ടുള്ള ആന്റിബയോട്ടിക് ആണ്, അത് കൊടുത്താൽ മതി ന്യൂമോണിയ ചെയ്യാൻ പറ്റും. പുള്ളിക്കാരന്റെ മകൻ ദേവദാസ് ഗാന്ധി കൽക്കട്ടയിൽ നിന്ന് ആ മരുന്ന് വരുത്തിച്ചു. പക്ഷെ ഗാന്ധി പുള്ളിയുടെ ആയിട്ടുള്ള നാച്ചുറോപ്പതി എന്ന് പറഞ്ഞുള്ള ആ പിടിവാശി, he didn't allow them to give penicillin. എന്നിട്ട് 2 ദിവസം രാമനാമം ജപിച്ചുകൊണ്ടില്ലായിരുന്നു. She died in 2 days time. I don't think that is something forgivable. ഒരിക്കലും ശരിയല്ല. If you wanted to experiment on his own life, fine. പുള്ളിക്ക് ന്യൂമോണിയ വന്ന് ഞാൻ എടുക്കുന്നില്ല, fine. But his wife, another person, അവിടെ കയറി ഇത് ചെയ്തത്, that I don't think that is right. ഈ ന്യൂസ് അറിയാമായിരുന്നോ, അറിഞ്ഞൂടായിരുന്നെങ്കിൽ ഒന്ന് എണ്ണട്ടെ. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണട്ടെ. ഐ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹിയറിംഗ് ഇറ്റ്. ഗോമാൻ അറിയാമായിരുന്നു പറയുന്നത് മിക്കവർക്കും അറിഞ്ഞൂടാ. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ദാറ്റ് ഇസ് ഇൻ നോ വേ അതിനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അതേ ഗാന്ധി തന്നെ, ഗാന്ധിക്ക് അപ്പൻഡിക്സ് വന്നപ്പോൾ അപ്പൻഡിസൈക്ടമി ചെയ്തു, അപ്പൻഡെക്ടമി ചെയ്തു പണ്ട്. പുള്ളിക്കാരന്റെ ഗ്രാൻഡ്നീസിന് അപ്പൻഡെക്ടമി ചെയ്തു. അപ്പൊ അതെല്ലാം ഓക്കെ. അപ്പൊ അവിടെ ചെറിയൊരു എലിമെന്റ് ഓഫ് ഒരു ഹിപ്പോക്രസി ഇല്ലേ? %90 of the politicians lack guilt conscience. 10% പേർക്കുണ്ട്. അപ്കമിങ് ടോക്സ്, അടുത്ത് വരുന്ന ടോക്സ് ആണ് വൈ ഡു വി ഫീൽ ആംഗ്രി. ഇന്ന് കാണുന്ന റോഡ് റേജ് മുതൽ പലതും ആംഗർ ഏറ്റവും കൂടിയ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അവിടെ ഇത് കൊണ്ട് വരുത്തി വയ്ക്കുന്ന നാശനഷ്ടങ്ങൾ അല്പസ്വല്പം ഒന്നുമല്ല. എവറിത്തിങ് ആങ്കർ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് പോകുന്നത്. വൈ ഡു വി ഫീൽ ആംഗ്രി? ഈസ് ക്രൈയിങ് ഗുഡ് ഓർ ബാഡ്? കരയുന്നത് ആരാണ് കൂടുതൽ കരയുന്നത്? കുഞ്ഞുങ്ങൾ കരയും. അത് കഴിഞ്ഞാൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ സ്ത്രീകളാണെന്ന് വെച്ചാൽ W ഇട്ടെ, പുരുഷന്മാരാണെന്ന് വെച്ചാൽ M ഇട്ടെ. ഞാൻ നോക്കട്ടെ. W ഗോമാർ W. ഓക്കെ, W. ഇനി അതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ടോക്കിൽ. ക്രൈയിങ്ങിന്റെ എന്തൊക്കെയാണെന്നുള്ളത്. ക്രൈയിങ് എപ്പോഴാണ് ബാഡ്, ക്രൈയിങ് എപ്പോഴാണ് ഗുഡ്. സോ ബി റെഡി ഫോർ ദാറ്റ് ടോക്ക്. ആൻഡ് ഞാൻ ഇപ്പോഴെന്റെ റെക്കോർഡിംഗ് ഞാൻ ആസ് യൂഷ്വൽ 9 മണിക്ക് മുമ്പ് ഞാൻ നിർത്തും. അതുകൊണ്ട് 9 മണിയാകാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ്. ആൻഡ് ഇന്നത്തെ ടോക്ക് നിങ്ങൾക്ക് ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വയ്യട്ടെ. I want to get the feedback. ഇതാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. Did you find this session really interesting? Yes. Ajit, yes. Pradap, yes. Santosh, yes. എന്തായാലും ഞാൻ ഇത് വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് എത്ര ടൈം എന്നറിയാം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഐ എൻജോയ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് എനിക്ക് തന്നെ പുതിയ ഒരുപാട് അറിവ് കിട്ടി. ഒരു കാര്യത്തിന് വെച്ചാൽ ഞാനത് ശരിയാണോ എല്ലാം അന്വേഷിച്ച് തിരക്കി ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാനാണ് ഏറ്റവും കൂടുതലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത്, എനിക്കാണ്. അതെ, ബാക്കിയുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഐ ടോൾഡ് യു ആഫ്റ്റർ റിട്ടയർമെന്റ് ഐ എം ഡൂയിങ് ചാരിറ്റി വർക്ക്. ഇത് ചാരിറ്റിയാണ്. ഡൊണേറ്റിംഗ് മൈ ടൈം, എനർജി ആൻഡ് നോളജ്. അതും ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, എമോഷണൽ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞാനിപ്പോൾ നിർത്തുന്നു. ഈ റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്ത് കിട്ടുമ്പോൾ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ. ഒരുപാട് കുറ്റബോധം കൊണ്ട് സഫർ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് ഡിസ്കഷൻ ഉണ്ട്. ഡിസ്കഷനിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ പണ്ടത്തെ ടൈം ലിമിറ്റെല്ലാം മാറ്റി. യു ക്യാൻ ആസ്ക് ഫോർ 3 minutes ഓർ 5 minutes. പക്ഷേ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. ടോപ്പിക്കായിട്ട് മാറി അൺറിലേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ദേ മേ ഫൈൻഡ് ഇറ്റ് ബോറിംഗ്.